ഇന്നലെ നമ്മളെ ഏറ്റവും വിഷമിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ഉമാ തോമസ് വീണ് പരിക്കേറ്റ ആ ഒരു ദൃശ്യമായിരുന്നു അല്ലേ. കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ടതിൽ സംഘാടകർക്ക് പറ്റിയത് ചെറിയതൊന്നുമല്ല, വലിയ വീഴ്ച തന്നെയാണ്. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയിൽ GCDA ഇപ്പോൾ അന്വേഷണം തുടങ്ങിയെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സംഘാടകരായ മൃദംഗ വിഷ്ണുവിനെതിരെ പോലീസ് കേസെടുത്തു. സ്റ്റേജിൽ വേണ്ടത്ര സ്ഥലമില്ലായിരുന്നു, ബലമുള്ള കൈവരി സ്ഥാപിച്ചില്ല, ഇതൊക്കെ FIR-ൽ എടുത്തു പറയുന്നുണ്ട്. പരിപാടിക്കായി സംഘാടകർ പണം പിരിച്ചു എന്നുള്ള ആരോപണവും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. അതേസമയം കസ്റ്റഡിയിലെടുത്ത ഓസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാറിനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. സൈഫുനിസ അലിയാർ വിവരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്നും ഇതുവരെ എടുത്ത നടപടികൾ എന്തൊക്കെയെന്നും. ഓവർ ടു യു സൈഫുനിസ. മൃദംഗവിഷൻ സംഘടിപ്പിച്ച വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയുള്ള 12,000 നർത്തകർ പങ്കെടുക്കുന്ന ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നൃത്ത പരിപാടിയിൽ ഇന്നലെ വൈകിട്ട് 6:15 കൂടിയാണ് ഉമാ തോമസ് MLA ഈ വഴിയിലൂടെ സ്റ്റേഡിയത്തിന് അടുത്തേക്ക് എത്തിയത്. ഇത് VVIP പാസ്സാണ്, VVIP കയറി വരുന്ന വഴിയാണ്. ഈ വഴിയിലൂടെ കയറി വന്ന് ഈ മുകളിൽ കാണുന്ന സ്റ്റേജിലേക്കാണ് ഉമാ തോമസ് MLA പോയത്. അത് ഇതുവഴി നടന്ന് ഈ സ്റ്റെപ്പ് കയറിയാണ് ഉമാ തോമസ് MLA പോകുന്നത്. അപ്പോൾ ഇവിടെ മാധ്യമപ്രവർത്തകർ നിൽപ്പുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പിൽ കയറി നമ്മൾ ചെല്ലുമ്പോൾ 2 സ്റ്റേജാണുള്ളത്. ഈ 2 സ്റ്റേജ്, ഒന്ന് താഴെയുള്ള സ്റ്റേജ്, അത് ഈ പ്രധാനപ്പെട്ട അതിഥികൾക്ക് ഇരിക്കാനുള്ള സ്റ്റേജാണ്. ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് കയറിയാൽ മുകളിലേക്ക് കയറാം. സ്റ്റെപ്പ് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടി കയറേണ്ട ഒരു സ്റ്റെപ്പാണ്, ഉയരത്തിലുള്ളതാണ്. ഇതിന് താഴെയാണ്, ഇവിടെയാണ്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ് മന്ത്രി സജി ചെറിയാൻ, ഒപ്പം തന്നെ ഉമാ തോമസ് MLA, ഹൈബി ഈഡൻ MP, സിറ്റി പോലീസ് കമ്മീഷണർ പൂട്ടാ വിമലാദിത്യ, ADGP തുടങ്ങിയവരൊക്കെ ഇരിക്കുന്നത്. ഈ ചെയർ കിടക്കുന്നത് പോലെ 2 ഇതായിട്ടാണ്, കുറച്ചുകൂടെ ഫ്രണ്ടിലേക്കാണ് ചെയർ കിടന്നിരുന്നത്. 2 ഇതായിട്ടാണ്. അതിനുശേഷം ഉള്ള സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്പേസാണ്. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള സ്പേസിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഉമാ തോമസ് MLA കയറി വരുന്നു, ഇവിടെ ഇരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഇവിടെ ഇരിക്കുന്ന മറ്റ് മന്ത്രിമാരടക്കമുള്ളവർക്ക് കൈ കൊടുക്കുവാനായി എഴുന്നേൽക്കുന്ന വഴിക്കാണ് ഇവിടെ കാൽ തട്ടി താഴേക്ക് വീഴുന്നത്. ഈ മാധ്യമപ്രവർത്തകർക്ക് ഇടയിലേക്ക് വീണ ഉമാ തോമസ് MLA മാധ്യമപ്രവർത്തകർ തന്നെയാണ് എടുത്ത് പൊക്കി പെട്ടെന്ന് തന്നെ ആംബുലൻസിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും പിന്നീട് റിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ പിന്നീടുണ്ടായ ഒരു ഗുരുതര വീഴ്ച എന്ന് പറയുന്നത് ഇവിടെ പിന്നീടും പരിപാടി തുടർന്നു എന്നുള്ളതാണ്. പൂത്തിരി കത്തിച്ചും ഒക്കെ ഇവിടെ 12,000 പേർ പങ്കെടുത്ത പരിപാടി പിന്നീടും നടന്നു. ഒരറിയിപ്പ് പോലും ഈ പരിപാടിക്കിടെ ഇങ്ങനൊരു അപകടം MLAക്ക് ഉണ്ടായി എന്നോ അതുകൊണ്ട് നമുക്ക് പരിപാടിയുടെ മറ്റ് കലാപരിപാടികൾ ഒഴിവാക്കാമെന്നോ അതല്ലെങ്കിൽ വലിയ രീതിയിൽ ശബ്ദവിന്യാസങ്ങൾ വേണ്ട എന്നോ ഒന്നും തീരുമാനിച്ചില്ല. ഒരു അറിയിപ്പും കിട്ടിയിരുന്നില്ല. ഒരു രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ളൊരു പ്രവൃത്തിയാണ് ഈ പരിപാടി സ്റ്റേജ് നിർമ്മാണം മുതൽ പരിപാടി നടത്തിയത് മുതൽ അതിനുശേഷവും കണ്ടത് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ സൈഫുനിസ അലിയാർ, റിപ്പോർട്ടർ, കൊച്ചി.